Yes, ബോട്ടണിക്കകത്തുള്ള മറ്റൊരു ചാപ്റ്റർ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഫോട്ടോസിന്തസിസ് മീൻസ് ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ്, സിന്തസിസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഫ്രം കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഗ്രീൻ പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡും വാട്ടറും ഉപയോഗിച്ചിട്ട് ഭക്ഷണം തയ്യാറാക്കും. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് photosynthesis. In higher plants it occurs in the leaves. The synthesis of carbohydrate or sugar or glucose from carbon dioxide and water in presence of sunlight. ആ ഒരു പ്രോസസ്സിന് നമ്മൾ ഈ റിയാക്ഷൻ കാണിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് 6 molecules of carbon dioxide plus 12 molecules of H2O, C6, 1 molecule of C6H12O6 plus 6H2O plus 6O2. ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്നത് ഓക്സിജൻ ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ചെടികൾ വലിച്ചെടുക്കുന്നു, അതിൻ്റെ ഭാഗമായി ഓക്സിജൻ പുറന്തള്ളുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിക്കുന്നു, ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഫോട്ടോസിന്തസിസ് ഈസ് ദ സിന്തസിസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഗ്ലൂക്കോസ് പറയുന്നത്, പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഭക്ഷണം സ്റ്റാർച്ച് അല്ല, നിങ്ങൾക്കറിയാം ഗ്ലൂക്കോസ് ആണ്. അത് സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. അപ്പം ഗ്ലൂക്കോസിൻ്റെ സ്റ്റോറേജ് ഫോമാണ്, പ്ലാന്റ്സിനകത്തുള്ള സ്റ്റോറേജ് ഫോമാണ് സ്റ്റാർച്ച്. പ്ലാന്റ്സ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആയിരിക്കും. ആ ഗ്ലൂക്കോസിനകത്ത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, 3 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ കാർബൺ എവിടെ നിന്ന് വരിക? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഹൈഡ്രജൻ എവിടെ നിന്ന് വരുന്നത്? ഫ്രം വാട്ടർ. ഓക്സിജൻ എവിടെ നിന്ന് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനകത്തും ഓക്സിജൻ ഉണ്ട്, വാട്ടറിനകത്തും ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ എവിടെ നിന്നാണ്? ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ്. വാട്ടർ മോളിക്യൂള് സ്പ്ലിറ്റ് ചെയ്യുമ്പം ഓക്സിജൻ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. ആ ഓക്സിജൻ എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്നത്. എപ്പോഴും കാർബോഹൈഡ്രേറ്റിനകത്തുള്ള ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഓക്സിജൻ ആയിരിക്കും. ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്ന ഓക്സിജൻ എപ്പോഴും വാട്ടർ മോളിക്യൂള് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓക്സിജനാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് ഈസ് ദ സിന്തസിസ് ഓഫ് carbohydrate from carbon dioxide and water in presence of sunlight. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഫോട്ടോസിന്തസിസ് നടക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. ഹയർ പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. സെൽസിനകത്തുള്ള ഒരു പ്ലാന്റ്സിനകത്ത് കാണപ്പെടുന്ന ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗനലാണ്. ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും നമ്മളൊരു പ്രധാന വ്യത്യാസം ഇതാണ്. ആനിമൽ സെല്ലിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കില്ല, ഇതൊരു കോശാംഗമാണ്, സെൽ ഓർഗനൽ. എന്നാൽ പ്ലാന്റ് സെൽസിനകത്ത് ഉണ്ടാവും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. അത് മെയിൻ നമുക്ക് കാണാൻ പറ്റുക ലീവ്സിനകത്തായിരിക്കും. അതല്ലാതെ അതിൻ്റെ ഗ്രീനി പാർട്ട് അവിടെ ഉണ്ടോ? സ്റ്റെമിലൊക്കെ ഗ്രീനിഷ് പാർട്ട് അവിടെയൊക്കെ എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ മേജർ ഫുഡ് സിന്തസിസ് എവിടെ നിന്നാണ്? ഇൻ ലീവ്സ് ആണ്. വേർ ഡസ് ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ്? ഇൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് ഒക്കേഴ്സ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ അതിന് 2 മെംബ്രെയിൻ ഉണ്ടാവും. ഡബിൾ ലെയേർഡ് മെംബ്രെയിനാണ്. ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ടാവും, ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ടാവും. ഡബിൾ മെംബ്രെയിൻ കവേർഡ് സ്ട്രക്ചറാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഇന്നർ പാർട്ടിനെ വിളിക്കുക നമ്മൾ സ്ട്രോമ എന്നാണ് പറയുക. അതിനകത്ത് ഒരുപാട് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. നമ്മൾ കോയിൻസ് കൂട്ടി വെച്ച പോലെ ഉണ്ടാവും. അങ്ങനെ കോയിൻസ് ഒരുമിച്ച് വെച്ച പോലെയുള്ള അത്തരം ഭാഗത്തിൻ്റെ പേരാണ് ഗ്രാന എന്ന് പറയും. അത്തരം ഗ്രാനയെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഭാഗമാണ് സ്ട്രോമ ലാമല എന്ന് പറയും. ഇപ്പോൾ ഒരു ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം, ഫോട്ടോസിന്തസിസ് നടക്കുന്ന സ്ഥലമാണ് ക്ലോറോപ്ലാസ്റ്റ്. ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സിനകത്ത് നമ്മൾ ലീവ്സിനകത്ത് നടക്കുന്ന പറയും, ഗ്രീനിഷ് പാർട്ടിൽ നടക്കും. ആ ലീവ്സിനകത്ത് എവിടെ നടക്കും? ഓരോ സെല്ലിൻ്റെയും ഉള്ളിലുള്ള ക്ലോറോപ്ലാസ്റ്റിനകത്ത് നടക്കും. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് ഒക്കേഴ്സ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്. ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ പ്രധാന ഭാഗം എന്താണോ അതിൻ്റെ ഇന്നർ ഫ്ലൂയിഡ് പാർട്ട്, ദറ്റ് ഈസ് ദ സ്ട്രോമ ആൻഡ് ദ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ഗ്രാന. ഈ ഗ്രാനയ്ക്കകത്ത് ആരുണ്ടാവും? ക്ലോറോഫിൽ ഉണ്ടാവും. ആ ക്ലോറോഫിലാണ് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അത് ഫോട്ടോസിന്തസിസ് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ്. അതിൽ ഈ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആരാണ്? ഗ്രാനയാണ്. ഫോട്ടോസിന്തസിന് 2 ഘട്ടമുണ്ട്. ലൈറ്റ്
റിയാക്ഷനും ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷനകത്ത് എന്ത് ചെയ്യും? സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യും. ഡാർക്ക് റിയാക്ഷൻ ദ സിന്തസിസ് ഓഫ് സ്റ്റാർച്ച്, ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ അതിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ആ ലൈറ്റ് റിയാക്ഷൻ നടക്കുക ഗ്രാനയ്ക്കകത്ത്. കാരണം ഗ്രാനയ്ക്കകത്താണ് ക്ലോറോഫിൽ ഉള്ളത്. ക്ലോറോഫിൽ അബ്സോർബ് ലൈറ്റ് റേസ്. അപ്പോൾ ഫോട്ടോസിൻസിൻ്റെ രണ്ട് ഘട്ടമാണ് ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. അതിൽ ലൈറ്റ് റിയാക്ഷൻ ഇൻ ദ ഗ്രാന, ഡാർക്ക് റിയാക്ഷൻ ഇൻ ദ സ്ട്രോമ. ഗ്രാന ഈസ് റെസ്പോൺസിബിൾ ഫോർ trapping light energy and also for the synthesis of ATP and NADPH. ഈ ഗ്ലൂക്കോസ് സിന്തസിസ് നടക്കണമെങ്കിൽ അതിന് എനർജി വേണം. ആ എനർജി സൺലൈറ്റ് എനർജി എന്ത് ചെയ്യും? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ലൈറ്റ് എനർജി കെമിക്കൽ എനർജിയാക്കി മാറ്റും. ആ ലൈറ്റ് എനർജി ATPക്കകത്ത് കെമിക്കൽ എനർജിയുടെ ഫോമിലേക്ക് മാറ്റും. അതേപോലെ NADPHനകത്തും കെമിക്കൽ എനർജി ഉണ്ടാവും. അപ്പോൾ ലൈറ്റ് റിയാക്ഷനകത്ത് സൺലൈറ്റിൻ്റെ പ്രസൻസ് പറയുമ്പോൾ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ATP NADPH ഫോം ചെയ്യും. ഈ ATPയും NADPHും ഉപയോഗിച്ചിട്ടാണ് ഡാർക്ക് റിയാക്ഷനിൽ ഗ്ലൂക്കോസ് സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് സിന്തസിസ് നടക്കണമെങ്കിൽ അതിനു മുന്നേ ATP NADPH ആവശ്യമുണ്ട്. ആ ATPനെയും NADPHനെയും നിർമ്മിക്കുന്ന സ്റ്റേജാണ് ലൈറ്റ് റിയാക്ഷൻ. ആ ലൈറ്റ് റിയാക്ഷൻ നടക്കുക എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള ഗ്രാനയ്ക്കകത്ത്. ഈ രണ്ട് റിയാക്ഷൻ നടക്കുക ക്ലോറോപ്ലാസ്റ്റിനകത്താണ്. അതിൽ ഗ്രാനയ്ക്കകത്ത് നടക്കുന്ന പ്രോസസ്സാണ് ലൈറ്റ് റിയാക്ഷൻ. ദാറ്റ് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് റേറ്റ്. ആ ലൈറ്റ് റിയാക്ഷൻ ഗ്രാനയ്ക്കകത്ത് നടക്കാനുള്ള കാരണം ഗ്രാനയ്ക്കകത്താണ് ക്ലോറോഫിൽ ഉണ്ടാവുക. ക്ലോറോഫിൽ നിറഞ്ഞിരിക്കുന്ന പാക്കറ്റ് എന്നാര്? ഈ ഗ്രാന എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഗ്രാനയ്ക്കകത്ത് ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് അവിടെ ലൈറ്റ് റിയാക്ഷൻ നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് ATP NADPH പ്രൊഡ്യൂസ് ചെയ്യും. ആ ATP NADPH ഉപയോഗിച്ചിട്ട് സ്ട്രോമയ്ക്കകത്ത് ലൈറ്റിൻ്റെ ആബ്സെൻസിൽ ഡാർക്ക് റിയാക്ഷൻ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷനാണ്. ലൈറ്റ് റിയാക്ഷൻ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷനാണ്. അപ്പോൾ ഫോട്ടോസിന്തസിന് രണ്ട് ഘട്ടമുണ്ട്. ലൈറ്റ് റിയാക്ഷനും തെളിഞ്ഞ ഘട്ടവും ഇരുണ്ട ഘട്ടവും. അതിൽ നമ്മൾ ബയോളജിക്കൽ ടേംസ് പറയുക ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. അപ്പോൾ ഫോട്ടോസിന്തസിസ് ഈസ് ദ സിന്തസിസ് ഓഫ് glucose from carbohydrate and water in presence of sunlight. It occurs in the chloroplast. The light reaction occurs in the grana of the chloroplast. The dark reaction occurs in the stroma of the chloroplast. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയണം. ഒരു ഡബിൾ മെംബ്രെയിൻ കവേർഡ് സ്ട്രക്ചറാണ്. അതിൻ്റെ സ്ട്രോമയ്ക്കകത്ത് നടക്കുന്ന പ്രോസസ്സാണ് ഡാർക്ക് റിയാക്ഷൻ. ഗ്രാനയ്ക്കകത്ത് ക്ലോറോഫിൽ ഉണ്ടായിരിക്കും. അവിടെയാണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുക. അവിടെ വെച്ച് നടക്കുന്ന പ്രോസസ്സാണ് ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ATP NADPH പ്രൊഡ്യൂസ് ചെയ്യും. ഡാർക്ക് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ കൂടി ചേർന്നിട്ട് അതിൻ്റെ ഭാഗമായി എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് പ്രിപ്പറേഷൻ നടക്കും. ഓക്കെ, ഹൗ മെനി പിഗ്മെൻറ്റ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിന് ഈ ലൈറ്റിനെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഏത് പിഗ്മെൻറ്റ്സ് ആണ് ആവശ്യമുള്ളത്? നമുക്കറിയാം ക്ലോറോഫിൽ. ആ ക്ലോറോഫിൽ നമ്മൾ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ക്ലോറോഫിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും. ക്ലോറോഫിൽ വേറെയും ടൈപ്പ് ഉണ്ട്. CD ഒക്കെ നിങ്ങൾ നേരത്തെ ആൽഗിയുടെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ടാകും. മെയിൻ ഇതിനകത്ത് ഫോട്ടോസിന്തസിൽ പങ്കെടുക്കുന്ന പിഗ്മെൻറ്റ് ക്ലോറോഫിൽ എ ആയിരിക്കും. ദ ചീഫ് പിഗ്മെൻറ്റ് ഈസ് ക്ലോറോഫിൽ എ. അതുകൂടാതെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ, ലൈറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യണം. ആ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് ആണ്, വർണ്ണവസ്തുക്കളാണ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. അപ്പോൾ ഫോട്ടോസിന്തസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. ക്ലോറോഫിൽ എ ഈസ് ദ ചീഫ് പിഗ്മെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ഫോട്ടോസിന്തസിസ്. അതുപോലെ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിൽ ഈ സൺലൈറ്റ് നിങ്ങൾക്കറിയാം, വിസിബിൾ ലൈറ്റ് എന്ന് പറയുമ്പം അത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവും. നമ്മൾ വിബ്ജിയോർ എന്ന് പറയും. ആ വിസിബിൾ സ്പെക്ട്രം എത്രയായിരിക്കും? അതിൻ്റെ റേഞ്ച് 380 to 750 ആണ്. 380 to 750 നാനോമീറ്റർ റേഞ്ചിലുള്ള ലൈറ്റ് റേസിനെ നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ എന്താണോ ഈ സൺലൈറ്റിൻ്റെ ആ വേവ് ലെങ്ത്തിൽ വ്യത്യാസം വരുമ്പം ഫോട്ടോസിൻസിൻ്റെ റേറ്റും വ്യത്യാസം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ഫോട്ടോസിൻസ് നടക്കുന്നത് റെഡ് ലൈറ്റിലും ബ്ലൂ ലൈറ്റിലാണ്. വിബ്ജിയോർ എന്ന് പറയുമ്പോൾ മറ്റുള്ള കളേഴ്സും ഉണ്ട്. അതിൽ ഏറ്റവും ഫോട്ടോസിൻസിസ് റേറ്റ് കൂടുതൽ, പ്ലാന്റ്സ് ഏറ്റവും
കൂടുതൽ ഭക്ഷണം നിർമ്മിക്കുന്നത് റെഡ് ലൈറ്റ് വരുമ്പോഴും ബ്ലൂ ലൈറ്റിലാണ്. ആ വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ റേഞ്ച് 380 നാനോമീറ്റർ ടു 750 ആണ്. അതിൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഹൈ ഇൻ റെഡ് ലൈറ്റ് ആൻഡ് ബ്ലൂ ലൈറ്റ്. സാധാരണ നമ്മൾ വിസിബിൾ സൺലൈറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 7 കളേഴ്സ് ഉണ്ടാവും. അതിൽ ഫോട്ടോസിന്തസിസ് ഏറ്റവും കൂടുതൽ, നമ്മൾ വിബ്ജിയോ എന്ന് പറയുന്നത്, അതിൽ ഫോട്ടോസിന്തസിസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇൻ റെഡ് ലൈറ്റ് ആൻഡ് ഇൻ ബ്ലൂ ലൈറ്റ്. ഓക്കെ, ഇപ്പോൾ ഫോട്ടോസിന്തസിസ് ഇതിന് ആവശ്യമുള്ള പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. ദ ചീഫ് പിഗ്മെൻറ്റ് ഈസ് ക്ലോറോഫിൽ എ. ഇതിനകത്ത് നമ്മൾ 2 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും, അല്ലെ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷൻ. അപ്പോൾ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസ് പ്രിപ്പറേഷൻ നടക്കണമെങ്കിൽ അതിനകത്ത് 2 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. ഫോട്ടോസിന്തസിൻ്റെ 2 പാർട്ടാണ് ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ. അതിൽ ലൈറ്റ് റിയാക്ഷൻ പറ്റി നിങ്ങൾക്കറിയാം, സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുക. അത് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഗ്രാനയ്ക്കകത്താണ്. ലൈറ്റ് റിയാക്ഷൻ്റെ പ്രധാന ഇവൻറ്റ്സ്, ഒന്ന് ലൈറ്റ് അബ്സോർപ്ഷൻ ഉണ്ടാകും. അവിടെയാണ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേണം. അതിൽ വാട്ടറിനെ ഉപയോഗിക്കുന്ന എവിടെയാണ്? ഈ ലൈറ്റ് റിയാക്ഷനിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്ന എവിടെയാണ്? ഡാർക്ക് റിയാക്ഷനിലാണ്. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യും, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഓക്സിജനാണ് റിലീസ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഒരു ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്ന, പ്ലാന്റ്സിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓക്സിജൻ, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്കെടുക്കും, ഓക്സിജൻ റിലീസ് ചെയ്യും. പ്ലാന്റ്സിൻ്റെ റെസ്പിറേഷനിൽ നമ്മളെ ആനിമൽസിനെ പോലെ തന്നെയാണ്, അത് ഓക്സിജന് ടേക്കിംഗ് ഓഫ് ഓക്സിജൻ ആൻഡ് റിലീസിംഗ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ബട്ട് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് റിലീസ് ഓക്സിജൻ. ആ റിലീസ് ചെയ്യുന്ന ഓക്സിജൻ എവിടെ നിന്ന് വരുന്നത്? നോട്ട് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ബട്ട് ഫ്രം വാട്ടർ. അപ്പോൾ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ, ഓക്സിജൻ റിലീസ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ലൈറ്റ് റിയാക്ഷൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ്? ഫോർമേഷൻ ഓഫ് ATP ആൻഡ് NADPH. ഡാർക്ക് റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിന് ATPയും NADPHും ആവശ്യമുണ്ട്. ആ എനർജി മോളിക്യൂൾസിന് ഉണ്ടാക്കുന്ന ഫേസാണ് ലൈറ്റ് റിയാക്ഷൻ. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ ATP NADPH തയ്യാറാക്കി വെക്കും. അതുപയോഗിച്ചിട്ട് ഡാർക്ക് റിയാക്ഷൻ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് സിന്തസിസ് നടക്കും. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ 2 പ്രധാന ഘട്ടം ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ ഈസ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് phase. The absorption of light rays occurs, the splitting up of water takes place, a releasing of oxygen, formation of ATP and NADPH. The light reaction occurs in the grana of chloroplast. Light absorption by ഈ ലൈറ്റ് റിയാക്ഷനകത്ത് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഈ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം പിഗ്മെൻറ്റ്സ് ഉണ്ടാവും. നമ്മളതിനെ ഫോട്ടോ സിസ്റ്റം എന്നാണ് പറയുക. ഓരോ ഫോട്ടോ സിസ്റ്റത്തിനകത്തും ഈച്ച് ഫോട്ടോ സിസ്റ്റം കണ്ടെയ്ൻസ് എ ഗ്രൂപ്പ് ഓഫ് പിഗ്മെൻറ്റ്സ്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ക്ലോറോഫിൽ എ മോളിക്യൂൾ ഉണ്ടാവും. എ സിംഗിൾ ക്ലോറോഫിൽ എ ഫോം ദ റിയാക്ഷൻ സെൻറ്റർ. അപ്പോൾ ഒരു സെൻറ്ററിൽ ക്ലോറോഫിൽ എയും അതിനു ചുറ്റും ഒരു കൂട്ടം പിഗ്മെൻറ്റ്സും കൂടിച്ചേർന്നാൽ നമ്മളതിനെന്ത് വിളിക്കും? ഫോട്ടോ സിസ്റ്റം എന്ന് പറയും. അല്ലെങ്കിൽ ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയും, LHC എന്ന് പറയും, ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ്. ഇത്തരത്തിൽ ഈ പ്ലാന്റ്സിനകത്തുള്ള ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ് ആണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുക. ആ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ഫോട്ടോ സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്, പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം പിഗ്മെൻറ്റ് സിസ്റ്റം 2ഉം. അതിൽ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് പേജ് നമ്പർ 211 അതിനകത്ത് നിങ്ങൾക്കൊരു ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സിൻ്റെ ഡയഗ്രോടെ കാണാൻ പറ്റും. എ ഗ്രൂപ്പ് ഓഫ് പിഗ്മെൻറ്റ്സ് വിത്ത് എ സെൻട്രൽ ക്ലോറോഫിൽ എ ഫോം ദ റിയാക്ഷൻ സെൻറ്റർ. ആ ക്ലോറോഫിൽ എ പിഗ്മെൻറ്റ് സിസ്റ്റം 1 ആണെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്ന മാക്സിമം സൺലൈറ്റ് 700 നാനോമീറ്റർ വരെ. 700 നാനോമീറ്റർ വരെയുള്ള ലൈറ്റ് റേസിന് അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ P700 എന്ന് പറയുക. എന്നാൽ പിഗ്മെൻറ്റ് സിസ്റ്റം 2 ആണെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ മാക്സിമം എത്രയാണ്? 680 നാനോമീറ്റർ ആണ്. അപ്പോൾ ഈ പിഗ്മെൻറ്റ് സിസ്റ്റം അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് റേസിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ചുകൊണ്ട് 2 ടൈപ്പ് ഉണ്ട്. പിഗ്മെൻറ്റ് സിസ്റ്റം 1 അബ്സോർപ്ഷൻ മാക്സിമ അറ്റ് 700 നാനോമീറ്റർ. ഇനി പിഗ്മെൻറ്റ് സിസ്റ്റം 2 ആണെങ്കിൽ 680 നാനോമീറ്റർ ലെങ്ത് വരെയുള്ള വേവ് ലെങ്ത് വരെയുള്ള ലൈറ്റ് റേസിനെ അത് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഒരു ലൈറ്റ് ഹാർവസ്റ്റിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ക്ലോറോഫിൽ എ ഉണ്ടാവും.
ആ ക്ലോറോഫിലെയും ഒരു കൂട്ടം പിഗ്മെൻറ്റ്സ് കൂടി ചേർന്നിട്ട് നമ്മളൊരു സിസ്റ്റം എന്ന് പറയാം. അതിൽ സെൻട്രൽ കടന്ന് ക്ലോറോഫിൽ എ ഏത് റേഞ്ച് വരെയുള്ള ലൈറ്റ് റേസിനെ അബ്സോർബ് ചെയ്യും, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുമെന്ന് നോക്കിയിട്ടാണ് രണ്ട് തരത്തിൽ കാണപ്പെടുന്നത്. പിഗ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയുമ്പോൾ അതിന് അബ്സോർപ്ഷൻ മാക്സിമം 700 നാനോമീറ്റർ. പിഗ്മെൻറ്റ് സിസ്റ്റം 2 അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം 2 ആണെങ്കിൽ അതിൽ അബ്സോർപ്ഷൻ മാക്സിമം അറ്റ് 680 നാനോമീറ്റർ. ഇപ്പോൾ ലൈറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് റേസ് ഉണ്ടാകണം. ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് റേസ് ബൈ ഫോട്ടോ സിസ്റ്റം 1 and 2. Photo system 1 also called P700, photo system 2 called P680. ആ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് P700 എന്ന് പറഞ്ഞാൽ ദ ഫോട്ടോ സിസ്റ്റം ഹാസ് അബ്സോർപ്ഷൻ മാക്സിമ അറ്റ് 700 നാനോമീറ്റർ. 680 ആണെങ്കിൽ ഹാസ് അബ്സോർപ്ഷൻ മാക്സിമ അറ്റ് 680 നാനോമീറ്റർ. അബോവ് 680 ആകുമ്പോൾ അയാൾക്ക് അബ്സോർബ് ചെയ്യാനുള്ള അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ടാകില്ല. അപ്പോൾ 700 നാനോമീറ്റർ വരെയുള്ള ലൈറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുന്ന ആൾ പിഗ്മെൻറ്റ് സിസ്റ്റം 1ഉം 680 വരെയുള്ള അബ്സോർബ് ചെയ്യുന്ന ആൾ നമ്മൾ ഫോട്ടോ സിസ്റ്റം അല്ലെങ്കിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 2 എന്നും പറയും. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് റിയാക്ഷനും ഫോട്ടോ സിന്തസിൻ്റെ രണ്ട് ഭാഗമാണ് ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ. ആ ലൈറ്റ് റിയാക്ഷൻ നമ്മൾ എന്തും വിളിക്കാറുണ്ട്? ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ എന്നും പറയും. ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ കറക്റ്റ്. ഫോട്ടോൺസ് ലൈറ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ഫോസ്ഫോ റിലേഷൻ ഓഫ് എ ഡി പി ഫോസ്ഫേറ്റ്, ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി കൂടിച്ചേർന്ന് ATP ആയി മാറും. അപ്പോൾ ADPയുടെ കൂടെ ഫോസ്ഫേറ്റ് കൂടിച്ചേരും, അത് നമ്മൾ ഫോസ്ഫോ റിലേഷൻ എന്ന് പറയും. ദ ബൈൻഡിങ് ഓഫ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് വിത്ത് ADP ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ATP. ലൈറ്റ് റിയാക്ഷൻ ബയോളജിക്കലി നമ്മൾ പറയുന്ന പേര് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ. ദ സിന്തസിസ് ഓഫ് ATP ഫ്രം ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഇസ് കോൾഡ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. അത് പ്രകൃതിയിൽ രണ്ട് തരത്തിലുണ്ട്, സൈക്ലിക്കും നോൺ സൈക്ലിക്കും. ഇപ്പോൾ ലൈറ്റ് റിയാക്ഷൻ 2 ടൈപ്സ്, സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നൊരു ഭാഗമാണ് സൈക്ലിക്കും നോൺ സൈക്ലിക്കും. അപ്പോൾ ഇത്ര വരെ എടുത്ത ഭാഗം നമ്മൾ ഓർത്ത് നോക്കുക. ഫോട്ടോസിന്തസിസ്, ദ സിന്തസിസ് ഓഫ് carbohydrate or sugar from carbon dioxide and water in presence of sunlight. Okay, during photosynthesis oxygen gas released, this oxygen from water molecule. During photosynthesis splitting up of water take place and the oxygen is released. Photosynthesis occurs in chloroplast. It has 2 phases, light reaction and dark reaction. Light reaction in grana, dark reaction in stroma. During light reaction, the synthesis of ATP and NADPH. During dark reaction, synthesis of glucose. The light reaction involves absorption of sunlight. The sunlight is absorbed by 2 photosystems, photosystem 1 and photosystem 2. പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ ക്ലോറോപ്ലാസ്റ്റിനകത്ത് 2 തരം പിഗ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, 1ഉം 2ഉം. അതിൽ പിഗ്മെൻറ്റ് സിസ്റ്റം 1 ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ക്ലോറോഫിൽ എ ക്യാൻ അബ്സോർബ് സൺലൈറ്റ് ഓഫ് മാക്സിമം വേവ് ലെങ്ത് 700 നാനോമീറ്റർ. ഈ ഫോട്ടോ സിസ്റ്റം 2 ആണെങ്കിൽ ദ സെൻട്രൽ ക്ലോറോഫിൽ എ ക്യാൻ അബ്സോർബ് സൺലൈറ്റ് ഓഫ് മാക്സിമം വേവ് ലെങ്ത് 680 നാനോമീറ്റർ. അപ്പോൾ ഫോട്ടോ സിസ്റ്റം 1ന് P700 എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, ഫോട്ടോ സിസ്റ്റം 2ന് P680 എന്ന് വിളിക്കാറുണ്ട്. ഈ ലൈറ്റ് റിയാക്ഷൻ 2 തരത്തിലുണ്ട്, സൈക്ലിക്കും നോൺ സൈക്ലിക്കും. സൈക്ലിക് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കൂടി ചേർന്ന് ATP മാറുന്നപ്പം ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. ഡ്യൂറിങ് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ക്ലോറോഫിൽ നമ്മൾ പറയുന്ന ഫോട്ടോ സിസ്റ്റം 700 വർക്ക് ചെയ്യുക. ഫോട്ടോ സിസ്റ്റം 700ലേക്ക് സൺലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അതിന് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് ഇലക്ട്രോൺ റിലീസ് ചെയ്യും. ദ അബ്സോർപ്ഷൻ ഓഫ് light rays and electrons are released from the photosystem 1. ആ ഇലക്ട്രോൺസിന് ഒരു പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ അത്
റിസീവ് ചെയ്യും. പിന്നെ അത് ഒരു കൂട്ടം സൈറ്റോക്രോം ഓക്സിഡൈസ് എന്ന് പറയാം, ഒരു കൂട്ടം പിഗ്മെൻസിലൂടെ അത് കടന്നു പോകും. അങ്ങനെ തിരിച്ച് അത് ഫോട്ടോ സിസ്റ്റം 1 തന്നെ എത്തിച്ചേരും. നമ്മൾ ആ കടന്നു പോകുന്ന സൈറ്റോക്രോംസിനൊക്കെ ഒരുമിച്ച് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സൺലൈറ്റ് തട്ടുമ്പോൾ സൺലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പം ഫോട്ടോ സിസ്റ്റം 1 ഇലക്ട്രോൺസ് റിലീസ് ചെയ്യപ്പെടും. അത് ഇലക്ട്രോൺ ആക്സെപ്റ്റർ പിടിച്ചെടുത്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി വീണ്ടും അത് ഫോട്ടോ സിസ്റ്റം 1 തന്നെ എത്തിച്ചേരും. അപ്പോൾ ഇലക്ട്രോൺ ട്രാവൽ ഇൻ സൈക്ലിക് മാനർ. ഇൻ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, photosystem 1, that is P700, absorb sunlight. As a result, electron released from the photosystem. This electron is accepted by the primary electron acceptor. Then it passes through a series of chemicals. Then it passes through electron transport system, and finally it enters into the photosystem 1. നിങ്ങൾ സൈക്ലിക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ വരച്ചാൽ മതി. അങ്ങനെ ആ ഇലക്ട്രോൺ തിരിച്ച് ഫോട്ടോസിസ്റ്റം 700 എത്തുമ്പോൾ അതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നു? ADP ATP ആയി മാറുന്നു. ഡ്യൂറിങ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഇലക്ട്രോൺ ദ ADP ഫോസ്ഫോറിലേറ്റഡ് ഇൻ ടു ATP. അപ്പോൾ ഇവിടെ ATP സിന്തസിസ് നടക്കുമ്പോൾ, ലൈറ്റ് റിയാക്ഷനിൽ സിന്തസിസ് ഓഫ് ATP ആണ്. ആ ATP സിന്തസിസ് നടക്കുമ്പം ഇലക്ട്രോൺ ട്രാവൽ ഇൻ എ സൈക്ലിക് മാനർ. ഓൺലി പിഗ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം 1 ഈസ് ഇൻവോൾവ്ഡ്. ദാറ്റ് ഈസ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണെങ്കിൽ സെക്കൻഡ് റെപ്രസെൻറ്റേഷൻ നോക്കുക നിങ്ങൾ. ഫസ്റ്റ് എന്താണോ, പിഗ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം 2 എന്നാണ് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നത്. സൺലൈറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ഫോട്ടോ സിസ്റ്റം 2, ദാറ്റ് ഈസ് P680, ആ ഡാർക്ക് ഗ്രീൻ. ദി ഇലക്ട്രോൺസ് ആർ റിലീസ്ഡ്. അത് പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ത് ചെയ്യും? അത് പിടിച്ചെടുക്കും. എന്നിട്ട് ആ ഇലക്ട്രോൺ നേരെ ഫോട്ടോ സിസ്റ്റം 2 പോകുന്നത്. ഇറ്റ് പാസസ് ത്രൂ ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഫോട്ടോ സിസ്റ്റം 1. അപ്പോൾ ഫോട്ടോ സിസ്റ്റം 2 റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ടു ഫോട്ടോ സിസ്റ്റം 1. അപ്പോൾ ഇലക്ട്രോൺ നെവർ ട്രാവൽ ഇൻ സൈക്ലിക് മാനർ, ദ നോൺ സൈക്ലിക്. സൈക്ലിക് ആണെങ്കിൽ ആ പേര് അങ്ങനെ വരുന്നത്. ഇലക്ട്രോൺ അതേ ഫോട്ടോസിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ സൈക്ലിക് മാനറാണ്. ഫോട്ടോ സിസ്റ്റം 1 ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ട് തിരിച്ച് അത് ഫോട്ടോ സിസ്റ്റം 1 എത്തിച്ചേരുന്നു. ഇതിലിവിടെയാണെങ്കിൽ ഫോട്ടോ സിസ്റ്റം 2 റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഫോട്ടോ സിസ്റ്റം 1 പിടിച്ചെടുക്കുന്നു. അതിലേക്ക് വീണ്ടും സൺലൈറ്റ് തട്ടുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും അവിടെ നിന്ന് ഇലക്ട്രോൺ റിലീസ് ചെയ്യും. ഓക്കെ, ആ ഇലക്ട്രോൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? NADP NADPH ആയി മാറുന്നു. അപ്പോൾ നോൺ സൈക്ലിക്കിൽ 2 കാര്യമുണ്ട്: ATP സിന്തസിസ് ആൻഡ് NADPH സിന്തസിസ്. NADPHും എനർജി കോമ്പൗണ്ടാണ്. ATPയേക്കാൾ കൂടുതൽ എനർജി അടങ്ങിയ മോളിക്കൂളാണ് NADPH. ഡ്യൂറിങ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ATP ആൻഡ് NADPH ആർ പ്രൊഡ്യൂസ്ഡ്. But during cyclic photophosphorylation, only ATP is produced. Cyclic phosphorylation, photosystem 1 is involved. Non-cyclic ആണെങ്കിൽ both photosystem 1 and 2 are involved. Okay. മറ്റൊരു വ്യത്യാസം, ഈ ഫോട്ടോസിസ്റ്റം സൈക്ലിക്കിലാണെങ്കിൽ നോ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ. നോൺ സൈക്ലിക്കിൽ ഈ ഫോട്ടോ സിസ്റ്റം 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നുണ്ട്, അത് അതിലേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പോൾ അതിന് നഷ്ടപ്പെടുന്ന ഇലക്ട്രോൺ എങ്ങനെ കിട്ടുന്നത്? വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യും. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ H പ്ലസ് ഓക്സിജൻ പ്ലസ് ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ ആര് ആക്സെപ്റ്റ് ചെയ്യും? ഫോട്ടോ സിസ്റ്റം 2 ആക്സെപ്റ്റ് ചെയ്യും. സൈക്ലിക്കിലാണെങ്കിൽ ഫോട്ടോ സിസ്റ്റം 1 റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ അതിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്നുണ്ട്. എന്നാൽ നോൺ സൈക്ലിക്കിലാണെങ്കിൽ ഫോട്ടോ സിസ്റ്റം 2 റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ അതിലേക്ക് വരുന്നില്ല, അത് ഫോട്ടോ സിസ്റ്റം 1 പോകുന്നത്.
അപ്പോൾ ഇയാൾക്ക് നഷ്ടപ്പെടുന്ന ഇലക്ട്രോൺ എങ്ങനെ കിട്ടുക? ആ LHC എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്നർത്ഥം. നമ്മൾ ഫോട്ടോ സിസ്റ്റം തന്നെ. ആ ഫോട്ടോ സിസ്റ്റം 2 നഷ്ടപ്പെടുന്ന ഇലക്ട്രോൺ ബൈ ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ. അപ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ നടക്കുന്നു. അപ്പോൾ ഹയർ പ്ലാന്റ്സിൽ, ഗ്രീൻ പ്ലാന്റ്സിലൊക്കെ നടക്കുന്നത് നോൺ സൈക്ലിക്കാണ്. ലോവർ ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസം കാണിക്കുന്നത് സൈക്ലിക്കാണ്. അപ്പം അതിൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കും. അങ്ങനെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ അവിടുന്ന് ഈ ഫോട്ടോ സിസ്റ്റം 2 നഷ്ടപ്പെടുന്ന ഇലക്ട്രോൺ അതിന് കിട്ടുന്നുള്ളൂ. അതേസമയത്ത് സൈക്ലിക്കിലാണെങ്കിൽ ദർ ഈസ് നോ നീഡ് ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ. അപ്പോൾ പ്രകൃതിയിൽ ലൈറ്റ് റിയാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഫോട്ടോഫോസ്ഫോറിലേഷൻ, ലൈറ്റ് റിയാക്ഷൻ ആൾസോ കോൾഡ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ദേ ആർ 2 ടൈപ്സ്, സൈക്ലിക്, നോൺ സൈക്ലിക്. ഒരേ ഓർഗൻസിന് 2 ഉണ്ടെന്നല്ല, 2 തരത്തിലുള്ള ഫോട്ടോഫോസ്ഫോറിലേഷൻ ഉണ്ട്, സൈക്ലിക്കും നോൺ സൈക്ലിക്കും. വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ? ഡ്യൂറിങ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഇലക്ട്രോൺ ട്രാവൽ ഇൻ സൈക്ലിക് മാനർ, നോൺ സൈക്ലിക് ആ പേര് തന്നെയുള്ള വ്യത്യാസം. ഇലക്ട്രോൺ നെവർ ട്രാവൽ ഇൻ സൈക്ലിക് മാനർ. ഓൺലി ഫോട്ടോ സിസ്റ്റം 1 ഈസ് ഇൻവോൾവ്ഡ്. സൈക്ലിക് ആണെങ്കിൽ ഫോട്ടോ സിസ്റ്റം 1 and 2 ആർ ഇൻവോൾവ്ഡ്. അതായത് P700 and P680 ആർ ഇൻവോൾവ്ഡ്. ഓൺലി ATP സിന്തസിസ് ടേക്ക് പ്ലേസ് സൈക്ലിക്കിൽ. നോൺ സൈക്ലിക് ആണെങ്കിൽ ATP and NADPH ആർ സിന്തസൈസ്ഡ്. നോ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ. നോൺ സൈക്ലിക്കിൽ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ. സൈക്ലിക്കിൽ നോ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ. നോൺ സൈക്ലിക്കിൽ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ്. ദീസ് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നൊരു ഭാഗമാണ് മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്. ആ രണ്ടിൻ്റെയും സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനും അതുപോലെ പഠിച്ചു വെക്കണം. സൈക്ലിക് ആണെങ്കിൽ ഇലക്ട്രോൺസ് ട്രാവൽ ഇൻ സൈക്ലിക് മാനർ, നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാവൽ ഇൻ നോൺ സൈക്ലിക് മാനർ. ഓക്കെ, നമ്മൾ നോൺ സൈക്ലിക്കിന് Z സ്കീം എന്ന് പറയാറുണ്ട്. Z സ്കീം ഒരു Z പാറ്റേൺ Z എന്ന് എഴുതിയ പോലെ ഉണ്ടാവും. നോൺ സൈക്ലിക് അത് നമ്മൾ Z സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് Z സ്കീമിനെ പറ്റി എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ നോൺ സൈക്ലിക്കിനെ പറ്റി എഴുതേണ്ടത്. ഫോട്ടോ സിസ്റ്റം 2 സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺ റിലീസ് ചെയ്യും. അത് പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ റിസീവ് ചെയ്യും. then it passes through the electron transport system. അപ്പോഴാണ് ADP ATP ആയി മാറും. അത് ഫോട്ടോ സിസ്റ്റം 1ലേക്ക് വരും. the photo system 1 release electron, it is accepted by electron acceptor, then NADP converted to NADPH. അപ്പോൾ അതിൽ ഒരു ഡിഫറൻസ് നമ്മളിതാ പറയാം. സെക്കൻഡ് ഡിഫറൻസ്, ഓൺലി ഫോട്ടോ സിസ്റ്റം 1 ഈസ് ഇൻവോൾവ്ഡ്. നോൺ സൈക്ലിക്കിൽ ബോത്ത് 1 and 2 ആർ ഇൻവോൾവ്ഡ്. സിന്തസിസ് ഓഫ് ATP, synthesis of both ATP and NADPH. No splitting up of water, splitting up of water. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ ഇത്രയും കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലൈറ്റ് റിയാക്ഷൻ ആൾസോ കോൾഡ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഓക്കെ, the conversion of ADP into ATP in presence of light. Light reaction അല്ലെങ്കിൽ photosphorylation occurs in the grana of chloroplast. ഇത് നമ്മൾ ഡാർക്ക് റിയാക്ഷനാണ് പറയുന്നത്. ഫോട്ടോസിന്തസിൻ്റെ മറ്റൊരു ഘട്ടമാണ് ഡാർക്ക് റിയാക്ഷൻ. ആ പേര് തന്നെ ക്ലിയർ ആണ്. ഇറ്റ് ഈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് സൺലൈറ്റ്. ദിസ് പ്രോസസ് ഡസ് നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ ലൈറ്റ് ബട്ട് is dependent on the product of light reaction. സൺലൈറ്റുമായി അയാൾക്ക് ബന്ധമില്ല, പക്ഷേ സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് ATP NADPH. അതിനെ ഉപയോഗിച്ച് നടക്കുന്ന പ്രോസസ്സാണ് ഡാർക്ക് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷൻ ആൾസോ കോൾഡ് ബയോ സിന്തറ്റിക് ഫേസ് എന്ന് പറയും. ലൈറ്റ് റിയാക്ഷൻ ഫോട്ടോഫോസ്ഫോറിലേഷൻ, ഡാർക്ക് റിയാക്ഷൻ ആൾസോ കോൾഡ് ബയോ സിന്തറ്റിക് ഫേസ്. This process does not directly depends on light, so it is called a dark reaction, but
it is dependent on the product of light reaction. The primary ഈ ഡാർക്ക് റിയാക്ഷനകത്താണ് കാർബൺ ഡൈ ഓക്സൈഡിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസിൽ കാർബൺ വേണം, C6. ആ കാർബൺ എവിടെ നിന്ന് വരുന്നത്? ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്യുക, പ്രൈമറി ആക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അത് നമ്മൾ റൈബുലോസ് ബൈഫോസ്ഫേറ്റ് എന്ന് പറയാം. റൈബുലോസ് ബൈഫോസ്ഫേറ്റ് ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ് റൈബുലോസ് ബൈഫോസ്ഫേറ്റ്. അത് കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്യും. But during dark reaction, carbon dioxide is accepted by RUBP and it is converted into other 5 carbon compound ആയിരിക്കുന്ന RUBP. അതിൻ്റെ കൂടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ എന്ത് ചെയ്യും? അത് 6 കാർബൺ കോമ്പൗണ്ടായി മാറും. 5 + 1 6. എന്നിട്ട് അത് എന്ത് ചെയ്യും? 3 കാർബൺ കോമ്പൗണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ റൈബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണോ? 2 മോളിക്യൂൾസ് ഓഫ് ഒരു 3 കാർബൺ ആസിഡ് ഉണ്ടാവുക. അത് നമ്മൾ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് എന്ന് പറയുക. അതിൻ്റെ റിയാക്ഷൻ കടന്ന് ക്ലിയർ ആവും. ടെക്സ്റ്റിനകത്തുണ്ട്, പേജ് നമ്പർ 217. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മൾ ഡാർക്ക് റിയാക്ഷൻ പറയുന്നത്. സൈക്ലിക് റിയാക്ഷൻ എന്ന് കാൽവിൻ സൈക്കിൾ എന്നും പറയും. അതിൽ റൈബുലോസ് 1,3 ബൈഫോസ്ഫേറ്റ് ഇത് ഫസ്റ്റ് ആണ്. റൈബുലോസ് 1,3 ബൈഫോസ്ഫേറ്റ്. ആ റൈബുലോസ് 1,3 ബൈഫോസ്ഫേറ്റിന് കൂടെ ആര് കുടിച്ചിരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അങ്ങനെ റൈബുലോസ് 1,3 ബൈഫോസ്ഫേറ്റ് കാർബൺ ഡൈ ഓക്സൈഡിനെ വാങ്ങുന്ന ആ പ്രോസസ്സിന് വരാന്ന് കാർബോക്സിലേഷൻ എന്ന് പറയാം. അവിടെ കാർബൺ ഡൈ ഓക്സൈഡിനകത്തുള്ള കാർബൺ ഈ മോളിക്യൂൾ മുകളിൽ ഫിക്സ് ചെയ്യുന്നു. റൈബുലോസ് 1,5 അതിന് ഫസ്റ്റ് കാർബണിലും 5th കാർബണിലും ഫോസ്ഫേറ്റ് ഉണ്ടാകും. അത് നമ്മളതിന് 1,5 ബൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 5 കാർബൺ കോമ്പൗണ്ടാണ് റൈബുലോസ് ബൈഫോസ്ഫേറ്റ് RUBP. ഇറ്റ് കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഒരു ടെമ്പററി 6 കാർബൺ കോമ്പൗണ്ടായി മാറും. ഇമ്മീഡിയറ്റ്ലി ആ 6 കാർബൺ കോമ്പൗണ്ട് എന്ത് ചെയ്യും? 3ന്റെ 2 മോളിക്യൂളായി മാറും. 3 കാർബൺ കണ്ടെയ്നിങ് 2 മോളിക്യൂൾസ്. അതിന് വിളിക്കും നമ്മൾ 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. ഗ്ലിസറിക് ആസിഡ് ഷോർട്ടാണ് ഗ്ലിസറേറ്റ് എന്ന് പറയും. ഈ ഭാഗം മാത്രം നോക്കണം. റൈബുലോസ് 1,5 ബൈഫോസ്ഫേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്തായി മാറുന്നു? 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ്, 3 PGA എന്ന് പറയാം, 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. അപ്പോൾ ഈ ഒരു റിയാക്ഷനകത്ത് ഫസ്റ്റ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ഒരു 3 കാർബൺ ആസിഡാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് C3 പാത്വേ എന്ന് പറയും. ഡാർക്ക് റിയാക്ഷൻ ആൾസോ കോൾഡ് C3 pathway. Why it is called C3 pathway? The primary acceptor of carbon dioxide is ribulose biphosphate and it is converted to 2 molecules of 3 carbon acid, that is phosphoglyceric acid. So it is called C3 pathway. ഈ ഒരു ഡാർക്ക് റിയാക്ഷനെ പറ്റി ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്ത ആൾ, ഇറ്റ് വാസ് ഫസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ മെൽവിൻ കാൽവിൻ. സോ ഇറ്റ് ഈസ് ആൾസോ കോൾഡ് കാൽവിൻ സൈക്കിൾ. ഇപ്പോൾ 3 പേരിൽ അറിയപ്പെടും ഡാർക്ക് റിയാക്ഷൻ. 4 പേരുണ്ട്. ഡാർക്ക് റിയാക്ഷൻ, അല്ലെങ്കിൽ ബയോസിന്തറ്റിക് ഫേസ്, അതല്ലെങ്കിൽ C3 പാത്വേ, അതല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ. ഓക്കെ, ലൈറ്റ് റിയാക്ഷൻ ഇല്ലേ? ലൈറ്റ് റിയാക്ഷൻ നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഉദ്ദേശിച്ചത്. For dark reaction, why it is called C3 pathway? During dark reaction, the primary carbon dioxide acceptor is ribulose biphosphate and it is converted to, അപ്പം 5 കാർബൺ കോമ്പൗണ്ട് കൂടെ ഒരു കാർബൺ വന്നു കഴിഞ്ഞാൽ 6 കാർബണാണ് വേണ്ടത്. പക്ഷേ അവിടെ 6 കാർബൺ സ്റ്റേബിൾ അല്ല. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 3 കാർബണായി മാറും. 6 നേരെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 3. അതാണ് സ്റ്റേബിൾ കോമ്പൗണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ആരാണ്? 3 കാർബൺ ഒരു ആസിഡാണ്, ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. സോ ഇറ്റ് ഈസ് കോൾഡ് C3 സൈക്കിൾ അല്ലെങ്കിൽ C3 പാത്വേ എന്ന് പറയും. ഇറ്റ് വാസ് ഫസ്റ്റ് എക്സ്പ്ലെയിൻഡ്. ഇത്തരം ഡാർക്ക് റിയാക്ഷനെ പറ്റി ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആൾ മെൽവിൻ കാൽവിൻ. സോ ഇറ്റ് ഈസ് ആൾസോ കോൾഡ് കാൽവിൻ സൈക്കിൾ. അപ്പോൾ നമ്മൾ ഡാർക്ക് റിയാക്ഷൻ പഠിക്കുക എന്ന് പറയുമ്പോൾ കാൽവിൻ സൈക്കിളാണ് പഠിക്കുക. കാൽവിൻ സൈക്കിൾ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് അണ്ടർ 3 സ്റ്റേജസ്. കാൽവിൻ സൈക്കിൾ ഒരു സൈക്ലിക് റിയാക്ഷനാണ്. കാർബൺ സൈക്കിൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സൈക്ലിക് റിയാക്ഷനാണ് കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിളിനകത്ത് 3 സ്റ്റെപ്പ് ഉണ്ട്. കാർബോക്സിലേഷൻ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
റൈബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്ന് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി മാറും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതിലേക്ക് കടന്നു വരുന്നു. സോ കോൾഡ് കാർബോക്സിലേഷൻ. അടുത്ത സ്റ്റെപ്പ് റിഡക്ഷൻ. തേർഡ് സ്റ്റെപ്പ് റീജനറേഷൻ. വീണ്ടും അയാൾ തിരിച്ച് റൈബുലോസ് ബൈഫോസ്ഫേറ്റായി മാറും. ദറ്റ് ഇസ് എ സൈക്കിൾ. അപ്പോൾ അതിനകത്ത് 3 സ്റ്റേജ് ഉണ്ട്. ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചു നോക്കുക എന്താണെന്നോ അതിന് സ്റ്റേജുകളാണ്. കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. കോമ്പൗണ്ട്സ് ആ ആഷ് കളർ കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഈ സൈക്കിൾ വരയ്ക്കുമ്പോൾ ആകെ 4-5 പേരേ ഉള്ളൂ. റൈബുലോസ് 1,5 ബൈഫോസ്ഫേറ്റ് അതെന്തായി മാറുന്നു 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ പേരാണെന്ത്? കാർബോക്സിലേഷൻ. ഇതെല്ലാം ഓരോ കോമ്പൗണ്ട് അല്ല. ഇവിടെ കോമ്പൗണ്ട്സ് എത്രയേ ഉള്ളൂ? റൈബുലോസ് 1,5 ബൈഫോസ്ഫേറ്റും 3-ഫോസ്ഫോഗ്ലിസറേറ്റും പിന്നെ ട്രയോസ് ഫോസ്ഫേറ്റും. അതിൽ റൈബുലോസ് ബൈഫോസ്ഫേറ്റ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി മാറുന്ന പ്രോസസ്സ് കാർബോക്സിലേഷൻ. ആ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ട്രയോസ് ഫോസ്ഫേറ്റായി മാറുന്ന പ്രോസസ്സ് റിഡക്ഷൻ എന്ന് പറയും. ആ സമയത്താണ് ATPയും NADPH ഉപയോഗിക്കുന്നത്. നേരത്തെ ലൈറ്റ് റിയാക്ഷൻ ഉണ്ടാക്കിയ ATPയും NADPHും ഈ റിയാക്ഷൻ അത് ഉപയോഗിക്കും. ഏതുപോലെ നമ്മൾ വീട്ടിൽ വിറക് ശേഖരിച്ചിട്ട് അത് കത്തിച്ചിട്ട് ഭക്ഷണം തയ്യാറാക്കുന്നു. അപ്പോൾ ആ ഭക്ഷണം തയ്യാറാക്കണമെങ്കിൽ അതിന് വേണ്ട ഇന്ധനം വേണം. അതേ പ്രോസസ്സിന് എന്ത് ലൈറ്റ് റിയാക്ഷനിൽ ഡാർക്ക് റിയാക്ഷന് ആവശ്യമുള്ള ഇന്ധനം തയ്യാറാക്കുന്നു. അതാണ് ATPയും NADPH. എന്നിട്ട് ആ ഡാർക്ക് റിയാക്ഷൻ എന്ത് ചെയ്യും? ATP NADPH ഉപയോഗിച്ചിട്ട് സിന്തസിസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ അതിൽ ATPയും NADPHും ഉപയോഗിക്കുന്ന സ്ഥലം എവിടെയാണ്? ഈ റിഡക്ഷൻ എന്നുള്ള സ്റ്റെപ്പിനകത്താണ്. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? ആ ട്രയോസ് ഫോസ്ഫേറ്റ് വീണ്ടും തിരിച്ചറിയാനായി മാറും, റൈബുലോസ് ബൈഫോസ്ഫേറ്റായി മാറും. അതിലെന്ത് ചെയ്യും? ആ സമയത്ത് കാർബൺ അത് ഒരു സ്റ്റേജിലേക്ക് തട്ടും. അപ്പോൾ ഓരോ ഈ സൈക്കിൾ കറങ്ങുമ്പോഴും ഒരു കാർബൺ വീതം എന്ത് ചെയ്യും? ഈ സൈക്കിളിൽ നിന്ന് പുറത്തേക്ക് കടക്കും. അങ്ങനെ 6 തവണ ഈ സൈക്കിൾ കറങ്ങുമ്പോൾ 6 കാർബൺ കിട്ടും. അപ്പോൾ ഈ ഒരു സൈക്കിളിൻ്റെ ഭാഗമായിട്ട് കാർബൺ എന്ത് ചെയ്യും? കാർബൺ ഫിക്സ് ചെയ്യും. ആ കാർബൺ എന്ത് ചെയ്യും? 6 എണ്ണം കൂടിച്ചേരുമാറായി മാറും. അത് സ്റ്റാർച്ചായി മാറും. സ്റ്റാർച്ച് നമ്മൾ ഉദ്ദേശിച്ചത് കാർബോഹൈഡ്രേറ്റ് മാറും. ഗ്ലൂക്കോസ് അത് മോണോസാക്കറൈഡ് ആയിരിക്കും. പിന്നീട് അത് സ്റ്റോർ ചെയ്യും എന്തായി മാറും? സ്റ്റാർച്ചായി മാറും. അപ്പോൾ ഈ സൈക്കിൾ കറങ്ങുമ്പോൾ കാർബൺ എന്ത് ചെയ്യുന്നു? ഓരോ തവണയും അത് ഫിക്സ് ചെയ്തിട്ട് ഈ കാർബോഹൈഡ്രേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കെൽവിൻ സൈക്കിൾ ആൾസോ കോൾഡ് ഡാർക്ക് റിയാക്ഷൻ. അതിനകത്ത് 3 സ്റ്റേജ് ഉണ്ട്: കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. അതിന് ആ സൈക്കിൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റണം. അതിൽ കാർബോക്സിലേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ കാർബോക്സിലേഷൻ ഓഫ് RUBP. RUBPൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ചേരും. ദിസ് റിയാക്ഷൻ ഈസ് ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു എൻസൈം വേണം. അതിന് വിളിക്കുക നമ്മൾ റുബിസ്കോ എന്ന് പറയാം. റൈബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്ന് പറയാം. ഈ റുബിസ്കോ ആണ് ഇതൊരു പ്രോട്ടീനാണ്. എൻസൈംസ് ആർ പ്രോട്ടീൻ. ഇതാണ് മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ദ വേൾഡ് എന്ന് പറയും, ഇൻ ദ ബയോസ്ഫിയർ. ജൈവലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആരാണ്? നമ്മൾ ബയോമോളിക്യൂൾസ് ചാപ്റ്ററിൽ പഠിച്ചതാണ് റുബിസ്കോ. റുബിസ്കോ ഫോട്ടോസിന്തസിസിൽ ഡാർക്ക് റിയാക്ഷനിൽ കടന്നു വരുന്ന ഒരു എൻസൈമാണ്. ഈ എൻസൈം എന്തിനു സഹായിക്കുന്നു? കാർബോക്സിലേഷൻ നടക്കണമെങ്കിൽ ആവശ്യമുണ്ട്. അപ്പോൾ RUBP കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേരണമെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് എൻസൈം റുബിസ്കോ. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എ സീരീസ് ഓഫ് റിയാക്ഷൻസ് ദാറ്റ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ആ ഫോസ്ഫോഗ്ലിസറിക് ആസിഡിലെ അത് ഒരു സീരീസ് ഓഫ് കെമിക്കൽസിലൂടെ കടന്നു പോയിട്ട് ഓരോ തവണ എന്ത് ചെയ്യും? കാർബോഹൈഡ്രേറ്റിനെ അത് അക്യുമുലേറ്റ് ചെയ്ത് ഗ്ലൂക്കോസായി മാറും. അങ്ങനെ ഈ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായി ആ കാർബൺ ചേർത്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന് പേരാണ് റിഡക്ഷൻ എന്ന് പറയുക. പിന്നെ എന്ത് ചെയ്യും? ആ ട്രയോസ് ഫോസ്ഫേറ്റ് വീണ്ടും ആരായി മാറും? വീണ്ടും അത് റൈബുലോസ് ബൈഫോസ്ഫേറ്റായി മാറും. അപ്പോൾ റീജനറേഷൻ വീണ്ടും അതിലേക്ക് എത്തുന്നു. ഇറ്റ് ഈസ് ദ റീജനറേഷൻ ഓഫ് RUBP. ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ക്ലിയർ ആയിരിക്കണം. കെൽവിൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് റൈബുലോസ് 1,5 ബൈഫോസ്ഫേറ്റ്. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്.
then it is converted to triose phosphate. ആ ട്രയോസ് ഫോസ്ഫേറ്റ് വീണ്ടും റൈബുലോസ് ബൈഫോസ്ഫേറ്റ് ആയി മാറുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഓരോ കാർബൺ വീതം അങ്ങനെ കൂടിച്ചേരുന്നു. അങ്ങനെ 6 തവണ ഈ സൈക്കിള് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. ആ ഗ്ലൂക്കോസിനെ പിന്നീട് സ്റ്റോർ ചെയ്തിട്ട് അത് സ്റ്റോറേജ് ഫോം ആകുന്നത് സ്റ്റാർച്ച്. ഓക്കെ, സാധാരണ പ്ലാന്റ്സ് കാണിക്കുന്നത് C3 സൈക്കിളാണ്. അതായത് റൈബുലോസ് ബൈഫോസ്ഫേറ്റിന് കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നിട്ട് ആരായി മാറുന്നു, ഒരു 3 കാർബൺ ആസിഡായി മാറും. ദ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈസ് 3 കാർബൺ ആസിഡ്. എന്നാലും ചില പ്ലാന്റ്സിൽ അതിന് പകരം ഒരു C4 ആസിഡാണ് ഉണ്ടാവുക. ഈ ഒരു C3 സൈക്കിളിനൊരു പ്രത്യേകതയുണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും, ഹൈ ടെമ്പറേച്ചറിൽ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസിന് പകരം എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ് ഉണ്ടാകും. ഓക്സിജനെ അബ്സോർബ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. നേരെ റിവേഴ്സ്, ഫോട്ടോസിന്തസിന് നേരെ റിവേഴ്സ് നടക്കും. നമ്മൾ ഫോട്ടോ റെസ്പിറേഷൻ എന്നാണ് പറയുക. ഹൈ ടെമ്പറേച്ചർ തട്ടുമ്പോൾ ചെടിയിൽ എന്ത് ചെയ്യും, സാധാരണ ഈ ഗ്ലൂക്കോസ് സിന്തസിസ്, ഫോട്ടോസിന്തസിസ് നടക്കുന്നതിന് പകരം അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, അത് ഫിക്സ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് അത് പ്ലാന്റ്സിൽ നിന്ന് പുറത്തേക്ക് പോവുക ചെയ്യുക. അത് പ്ലാന്റ്സിന് ശരിക്കൊരു നഷ്ടമാണ്. അറ്റ് ഹൈ ടെമ്പറേച്ചർ ഫോട്ടോ റെസ്പിറേഷൻ ടേക്ക് പ്ലേസ്, ദറ്റ് ഈസ് ടേക്കിംഗ് ഇൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഗിവിങ് ഔട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്ലാന്റ്സ് കാണിക്കുന്ന ഒരു പ്രോസസ്സാണ് C4 സൈക്കിൾ എന്ന് പറയും. അപ്പോൾ C4 സൈക്കിൾ കാണിക്കുക ദ പ്ലാന്റ്സ് ഇൻ ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻ. അത്തരം പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ഷുഗർ കെയിനും മെയ്സും ഒക്കെ, ചോളം, ഗോതമ്പ്. അത്തരം ചെടിയിൽ നടക്കുന്ന ഡാർക്ക് റിയാക്ഷൻ നമ്മൾ C4 സൈക്കിൾ എന്ന് പറയും. സാധാരണ പ്ലാന്റ്സ് നടക്കുന്നത് C3 സൈക്കിൾ. C4 സൈക്കിൾ അല്ലെങ്കിൽ C4 പാത്വേയുടെ പ്രത്യേകത, അപ്പം ഡാർക്ക് റിയാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്, C3 സൈക്കിളും C4 സൈക്കിളും. അപ്പം ഹൈ ടെമ്പറേച്ചറിൽ ഉള്ള പ്ലാന്റ്സ് കാണിക്കുക ഇൻസ്റ്റെഡ് ഓഫ് C3 സൈക്കിൾ C4 സൈക്കിളാണ്. ആ C4 എന്ന് വരാൻ കാരണം ദ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ. നേരത്തെ RUBP കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുമ്പോൾ ആരായി മാറുന്നു, 3 കാർബൺ ആസിഡായി മാറുന്നു. ഇവിടെ ഒരു 4 കാർബൺ ആസിഡ് ഉണ്ടാവുക, ഓക്സാലോ അസറ്റിക് ആസിഡ്, OAA എന്ന് പറഞ്ഞാൽ ഓക്സാലോ അസറ്റിക് ആസിഡ്. സോ ഇറ്റ് ഈസ് കോൾഡ് C4 സൈക്കിൾ. ഈ C4 സൈക്കിള് പ്ലാന്റ്സിന്, അത്തരം പ്ലാന്റ്സിന് കാണിക്കും. അപ്പം അതിനൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ C4 സൈക്കിൾ കാണിക്കുന്നുണ്ടാകുന്ന അതിൽ നിന്ന് എന്തില്ല, ഫോട്ടോ റെസ്പിറേഷൻ നടക്കില്ല. അപ്പം അത് കാണിക്കാൻ വരുന്നത് ആ പ്ലാന്റ്സിന് എന്തുണ്ട്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫ് അനാട്ടമി ഉണ്ട്. സാധാരണ ലീഫ് സ്ട്രക്ചറല്ല ഈ പ്ലാന്റ്സിനുള്ളത്. അതിൻ്റെ വാസ്കുലർ ബണ്ടിന് ചുറ്റും ഒരു ബണ്ടിൽ ഷീത്ത് ഉണ്ടാവും. അത്തരം ഒരു അനാട്ടമി വിളിക്കുമ്പോൾ ക്രാൻസ് അനാട്ടമി എന്ന് പറയാം. അപ്പോൾ ലീഫിൽ ക്രാൻസ് അനാട്ടമിയുള്ള ചെടികൾക്ക് ഫോട്ടോ റെസ്പിറേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി അത് കാണിക്കുന്ന ഒരുതരം ഡാർക്ക് റിയാക്ഷനാണ് C4 സൈക്കിൾ. അപ്പോൾ C3 സൈക്കിളും C4 സൈക്കിള്, C4 സൈക്കിൾ അവിടെ കാണിക്കുന്നത്. C4 സൈക്കിൾ പ്രത്യേകത, അതിൽ കെൽവിൻ സൈക്കിളില്ലേ, സാധാരണ ഗ്ലൂക്കോസ് സിന്തസിസ് നടക്കുന്ന കെൽവിൻ സൈക്കിൾ നടക്കുക ബണ്ടിൽ ഷീറ്റിനകത്ത്. സാധാരണ പ്ലാന്റ്സിൽ മീസോഫിൽ സെല്ലിനകത്ത് നടക്കും. എന്നാൽ ഈ C4 പ്ലാന്റ്സിൽ കെൽവിൻ സൈക്കിൾ നടക്കുന്നത് ഇൻ ദ ബണ്ടിൽ ഷീത്ത്. ബണ്ടിൽ ഷീത്ത് സെല്ലാകുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഈ സെല്ലിലേക്ക് വരുന്നില്ല. അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിന് നേരത്തെ കെൽവിൻ സൈക്കിൾ പോലെയല്ല. അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിന് ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡാണ്. ആ ഗ്രീൻ ഭാഗത്ത് നിന്ന് കാണാം, കാർബൺ ഡൈ ഓക്സൈഡ് എൻറ്റേഴ്സ് ആൻഡ് കമ്പൈൻസ് വിത്ത് ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ്. നേരത്തെ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാങ്ങുന്ന ആൾ RUBP ആണ്. ഇവിടെയാണെങ്കിൽ PEP എന്നാണ് പറയുക, ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ്. അതിലൊരു C4 ആസിഡായി മാറും, ഓക്സൽ ആസിഡിക് ആസിഡ്. ആ C4 ആസിഡ് എന്ത് ചെയ്യും, നേരെ ആ കാർബൺ അങ്ങോട്ട് കൊണ്ടുപോകും, ബണ്ടിൽ ഷീത്തിൽ കൊണ്ടുപോകും. ഓക്കെ, ആ ബണ്ടിൽ ഷീത്ത് എന്ത് ചെയ്യും, ആ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഈ ഓക്സൽ ആസിഡിക് ആസിഡുള്ള കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. എന്നിട്ട് അതിന് RUBP അബ്സോർബ് ചെയ്തിട്ട് അവിടെ നിന്ന് നടക്കും, കെൽവിൻ സൈക്കിൾ നടക്കും.
ഇവിടെയും കെൽവിൻ സൈക്കിൾ ഉണ്ട്, പക്ഷേ നേരിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന് RUBP അബ്സോർബ് ചെയ്യില്ല. ഈ കാർബൺ ഡൈ ഓക്സൈഡിന് PEP ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് ബണ്ടിൽ ഷീത്തിൽ കൊണ്ടുപോയി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പോൾ ഫുഡ് സിന്തസിസ് നടക്കുന്നത് ബണ്ടിൽ ഷീത്ത് സെല്ലിനകത്തായിരിക്കും. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഫോട്ടോ റെസ്പിറേഷൻ ഇയാൾക്ക് നടക്കില്ല. ഇപ്പോൾ ഒരു C4 സൈക്കിളിൻ്റെ പ്രത്യേകത, 2 തരം സെൽസ് ഉണ്ടാവും, മീസോഫിൽ സെല്ലും ബണ്ടിൽ ഷീത്ത് സെല്ലും. കെൽവിൻ സൈക്കിൾ ഓപ്പറേറ്റ്സ് ഇൻ ദ ബണ്ടിൽ ഷീത്ത് സെൽ. ദ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ഈസ് phosphoenol pyruvic acid and form the first product oxaloacetic acid. അതൊരു 4 carbon compound ആണ്, so it is called a C4 cycle. Then the C4 acid enters into bundle sheath and Calvin cycle operates in the bundle sheath. Okay, എന്നിട്ട് C3 ആസിഡ് ഉണ്ടാവും. അപ്പോൾ C4 ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുമ്പോൾ C3 ആസിഡായി മാറും. ആ C3 ആസിഡ് വീണ്ടും മീസോഫിൽ സെല്ലിലേക്ക് വരും, അതെന്തായി മാറും, ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡായി മാറും. അപ്പോൾ ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ചേരുമ്പോൾ C4 ആസിഡ് ആവും. C4 ആസിഡ് ബണ്ടിൽ ഷീത്തിലേക്ക് വന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വിട്ടുകൊടുക്കുമ്പോൾ അത് വീണ്ടും C3 ആസിഡായി മാറും. ആ C3 ആസിഡ് വീണ്ടും C3 ആസിഡ് അത് ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡായി കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ 2 തരം ഡാർക്ക് റിയാക്ഷൻ ഉണ്ട്. ലൈറ്റ് റിയാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്, സൈക്ലിക്കും നോൺ സൈക്ലിക്കും. ഡാർക്ക് റിയാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്, C3 സൈക്കിളും C4 സൈക്കിളും. ഈ 2 റിയാക്ഷൻ്റെയും വ്യത്യാസം, C3 സൈക്കിൾ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ഈസ് RUBP റൈബുലോസ് ബൈഫോസ്ഫേറ്റ്. C4 സൈക്കിൾ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന് ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ്. നിങ്ങൾ ആ C4 സൈക്കിളിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനും C3 സൈക്കിളിൻ്റെ റെപ്രസെൻറ്റേഷനിൽ കെൽവിൻ സൈക്കിൾ റെപ്രസെൻറ്റേഷനും പഠിച്ചു വെക്കണം. C3 സൈക്കിൾ പറയുന്ന മറ്റൊരു പേരാണ് കെൽവിൻ സൈക്കിൾ. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസും ടേബിൾ പോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പഠിച്ചു വെക്കണം. ഈ ടേബിൾ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞത് ആ സ്കീമാറ്റിക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് റെഡിയാൻ തോന്നണം. സെക്കൻഡ് ഡിഫറൻസ്, C3യിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റ് ഈസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റ് ഇപ്പോൾ എന്തായിരിക്കും, ഓക്സാലോ അസറ്റിക് ആസിഡ്. അത് വെച്ചുകൊണ്ടാണ് C3 സൈക്കിളൊന്നും C4 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡിനകത്ത് 3 കാർബണാണ്, അതുകൊണ്ട് C3. ഓക്സാലോ അസറ്റിക് ആസിഡിനകത്ത് 4 കാർബൺ, സോ C4. C3 സൈക്കിളിൽ ക്രാൻസ് അനാട്ടമി ആബ്സെൻ്റ് ആണ്. ഈ C4 സൈക്കിൾ കാണണമെങ്കിൽ ക്രാൻസ് അനാട്ടമി ഉണ്ടായിരിക്കണം. അപ്പം ഈ ലീഫ് എന്ന് കാണിക്കുന്നു, ക്രാൻസ് അനാട്ടമി കാണപ്പെടുന്നു. ഇതുകൂടാതെ മറ്റുള്ള ഡിഫറൻസും പേജ് നമ്പർ 221 കാണാൻ വരുന്നുണ്ട്. ഏറ്റവും പ്രധാന ഡിഫറൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ RUBP, കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ PEP, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റ് ഈസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റ് ഈസ് ഓക്സാലോഅസറ്റിക് ആസിഡ്. ക്രാൻസ് അനാട്ടമി ആബ്സെൻറ്റ്, ക്രാൻസ് അനാട്ടമി പ്രസൻറ്റ്. ഇനി നമുക്കൊരു വ്യത്യാസം പറയാം. നമ്പർ ഓഫ് കാർബൺ ഇൻ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ. ആ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്ററിൽ C3 പ്ലാന്റ് ആണെങ്കിൽ ആരാന്ന് 5 കാർബണാണ് RUBP. എന്നാൽ C4 പ്ലാന്റ്സിൽ 3 കാർബണാണ്. PEP ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. അപ്പം നമ്പർ ഓഫ് കാർബൺ ഇൻ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ C3യിൽ 5, C4യിൽ 3 ആയിരിക്കും. അതുപോലെ നമ്പർ ഓഫ് കാർബൺ ഇൻ ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റ്, അതായത് C3യിലാണെങ്കിൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡാണ്, അതൊരു 3 കാർബൺ കോമ്പൗണ്ടാണ്. നമ്പർ ഓഫ് കാർബൺ ഇൻ ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റ് ഇപ്രമാരാണ് ഓക്സാലോ അസറ്റിക് ആസിഡ്, അത് 4 കാർബൺ കോമ്പൗണ്ടാണ്. ഇപ്പോൾ നമ്പർ ഓഫ് കാർബൺ ഇൻ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ C3യിൽ 5ഉം C4യിൽ 3ഉം. അതായത് C3യിൽ RUBP അത് 5 ആണ്, C4യിൽ PEP ആണ്, PEP 3 കാർബൺ. അതേപോലെ നമ്പർ ഓഫ് കാർബൺ ഇൻ ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റ് C3യിൽ PGA ആണ്, അത് 3 കാർബൺ കോമ്പൗണ്ട്. മറ്റത് OAA ഓക്സാലോ അസറ്റിക് ആസിഡ്, അത് 4 കാർബൺ കോമ്പൗണ്ട്. ഒരു 5 ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റ് പറയാൻ പറ്റും. ഞാൻ ഈ ടേബിൾ കാണിച്ച 3 കൂടാതെ ഞാൻ പറഞ്ഞ നമ്പർ ഓഫ് കാർബൺ ഇൻ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്ററും അതുപോലെ നമ്പർ ഓഫ് കാർബൺ ഇൻ ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റിനും വ്യത്യാസമുണ്ട്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ടത്. ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അതിന് 2 ഘട്ടമുണ്ട്, ഡാർക്ക് റിയാക്ഷൻ, ലൈറ്റ് റിയാക്ഷൻ. Okay, light reaction in the grana of the chloroplast, dark reaction in the stroma. Light reaction അതിന്
ആ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ സിസ്റ്റം ഉണ്ടാകും. അത് 2 ടൈപ്പ് ഉണ്ട്. അതിനകത്തുള്ള സെൻട്രൽ കാണുന്ന റിയാക്ഷൻ സെൻറ്ററിനകത്തുള്ള ക്ലോറോഫിൽ എ ഏത് വേവ് ലെങ്ത് വരെയുള്ള സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തു നോക്കിയിട്ട് P700 P680. ഓക്കെ, ഈ ലൈറ്റ് റിയാക്ഷന് നമ്മൾ ബയോളജിക്കലി പറയുക ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുക. അത് 2 ടൈപ്പ് ഉണ്ട്, സൈക്ലിക്കും നോൺ സൈക്ലിക്കും. വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ? ഓക്കെ, പിന്നെ ഡാർക്ക് റിയാക്ഷൻ ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയും. അത് 2 ടൈപ്പ് ഉണ്ട്, C3 സൈക്കിളും C4 സൈക്കിളും. അത് വേറെ എൻ്റെ സ്കീമാറ്റിക് പഠിക്കണം. അതിൻ്റെ ആ ടേബിള് ഡിഫറൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ഈ ഭാഗങ്ങൾ നോട്ട് കൂടി തയ്യാറാക്കി കൃത്യമായിട്ട് പഠിക്കുക.